ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആയുർവേദ സോപ്പാണ്. അപ്പോൾ നമ്മൾ എല്ലാ ആളുകൾക്കും ഇപ്പോഴത്തെ കാലത്ത് സ്കിന്ന് സംരക്ഷിക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് തേക്കുന്നതൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ സോപ്പുകളായിരിക്കും. അപ്പോൾ നമുക്കിന്നൊരു ആയുർവേദ സോപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കറ്റാർ വാഴ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല, സൈഡിലെ മുള്ള് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തുളസിയുടെ ഇലയും എടുത്തിട്ടുണ്ട്. ആര്യവേപ്പില സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. വല്ല ചൊറിച്ചിലോ അതുപോലെ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ആര്യവേപ്പില. സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ആര്യവേപ്പില. പിന്നെ കറ്റാർവാഴയുടെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ സോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് ബേസ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പോളം സോപ്പ് ബേസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് തന്നെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ നമ്മൾക്കിതൊന്ന് ചതച്ച് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ചേർക്കുന്നില്ല. ഈ കറ്റാർ വാഴയും ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ ഒരു പിടി തുളസി ഇലയും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിൽ നിന്നും തന്നെ നമുക്കിത് പിഴിഞ്ഞെടുത്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ളത്ര നീര് നമ്മൾ ഈ സോപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കളറൊന്നും നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. കളറൊന്നും ഇല്ലാതെ തന്നെ ഇതിന് നല്ല പച്ചനിറം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ആര്യവേപ്പിലയും അതുപോലെ കറ്റാർ വാഴയും തുളസിയിലയും കൂടിയിട്ട് നമ്മളിവിടെ പിഴിഞ്ഞെടുത്ത നീരാണിത്. ഇത് നമുക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ സോപ്പ് ബേസ് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പോളം ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എസൻഷ്യൽ ഓയിൽ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മളിവിടെ ജാസ്മിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലാവൻഡറോ എന്തെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ തനതായ മണം ആയാലും മതി. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ചെറിയ ഡ്രോപ്സ് ഇത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് ഈ സോപ്പ് ബേസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സോപ്പ് ബേസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഒക്കെ വെള്ളം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എസൻഷ്യൽ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഈ നീരിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ നമ്മളിത് ഒന്നുകൂടി ചൂടാക്കി എടുത്തതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം.
എസൻഷ്യൽ ഓയിലും ഒലിവ് ഓയിലൊക്കെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലത്തെ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിതിവിടെ 4 മോൾഡിലായിട്ടാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഏകദേശം സെറ്റാവാനായിട്ടൊരു 5-6 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമുക്കിത് സെറ്റാവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റ് വെച്ചപ്പോഴാണ് ഇത് സെറ്റായി കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറ്റാർ വാഴയുടെ മറ്റ് നീരൊക്കെ ചേർക്കുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതിയാകും. അധികം ചേർത്ത് കഴിഞ്ഞാൽ സോപ്പ് സെറ്റാവാൻ ടൈം എടുക്കും. നമ്മളിവിടെ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഈ സോപ്പിന് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട്. അതുപോലെ ഇത് നമ്മൾ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അഴുക്കൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ എണ്ണ തേച്ച് കുളിച്ചൊരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. തന്നെയുമല്ല, നല്ല ഒരു ഫ്രഷ്നെസ് കുറേ സമയം കുളി കഴിഞ്ഞാൽ ഈ സോപ്പിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കുറേ സമയം ഫീൽ ചെയ്യും. നല്ല സ്കിന്നിന് വളരെ നല്ലതാണിത്. ആര്യവേപ്പും അതുപോലെ കറ്റാർ വാഴയുടെ നീരൊക്കെയാണല്ലോ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോപ്പ് പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് നോക്കി വാങ്ങണമെന്ന് മാത്രം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ജനേയയുടെ സോപ്പ് ബേസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.